ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുമിച്ചൊരു പ്രാർത്ഥന ചൊല്ലാൻ, ഒന്നിച്ചൊരു സംഘഗാനത്തിൻ്റെ ഈരടികൾ ഏറ്റുപാടാൻ, ഒരേ മാലാഖ ഗീതത്തിന് കാതോർത്തിരിക്കാൻ, ഒരേ നക്ഷത്ര കാഴ്ചയുടെ വിസ്മയം ഒന്നിച്ചിരുന്ന് പങ്കിടാൻ, ഒടുവിലെ യാത്ര സഫലമാകാൻ കനിവിൻ്റെ അഗ്നിമേഘ പക്ഷിയായി അവൻ നമുക്കുമേൽ ചിറക് വിടർത്തി പറന്നിറങ്ങും. ഈ അഭിഷേക നിമിഷത്തിലേക്ക് ഇതാ പുതിയൊരു ഗാനം. താരങ്ങൾ നിരനിരയായി നിന്നു.
ക്രിസ്തു ജനനത്തിൻ്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നു. വർണ്ണ ശബളമിയുടെ അനുഭവങ്ങൾ എല്ലാ തലങ്ങളിലും നിലനിൽക്കുന്നു. എന്നാൽ ക്രിസ്തുവിന് ജനിക്കുവാൻ ഇടം എവിടെ എന്ന ചോദ്യമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം. ക്രിസ്തുവിന് ജനിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതാണ് നമുക്കാവശ്യം. നോക്കൂ, ശിശുവായിരിക്കുന്ന യേശുവിനെയും കൊണ്ട് ആ സത്രത്തിൻ്റെ വാതിൽ മുട്ടി വിളിക്കുന്ന യോസഫിന് ലഭിക്കുന്നത് ഇവിടെ ഇടം ഇല്ല എന്നാണ്. ലോകം ഇന്നും ഇങ്ങനെ തന്നെയാണ്. ആ സത്രത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് പോലെ, ഇല്ല, ഇവിടെ ഇടമില്ല. ആ ക്രിസ്തു ഇന്നും നമ്മളോട് ആവശ്യപ്പെടുന്നതും ഇതാണ്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോട് കൂടെ ആ വലിയ സന്തോഷം പങ്കിടുന്ന അനുഭവം, അതിലേക്കാണ് ക്രിസ്മസ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഈ ഒരു അനുഭവം നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് സ്വീകരിച്ച് ജീവിതത്തെ രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളിൽ നയിച്ച് മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുക, ക്രിസ്തുവിനോടുകൂടെ ജീവിതം നയിക്കുക. നോക്കൂ, ഹെരോദാവിൻ്റെ മനസ്സ് എന്താണ്? വാന നിരീക്ഷകരായിരിക്കുന്ന വിദ്വാൻമാർ ക്രിസ്തുവിനെ തേടി എത്തുന്നത്, ശിശുവായിരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ എത്തുന്നത് രാജകൊട്ടാരത്തിലേക്കാണ്. ആ രാജകൊട്ടാരത്തിൽ എത്തുന്ന ആ വിദ്വാൻമാർ, അവർക്ക് ലഭിക്കുന്നത്, അതെ, ക്രിസ്തു ജനിച്ചിരിക്കുന്നു, എന്നാൽ അവൻ ജനിച്ചിരിക്കുന്നത് ഈ രാജകൊട്ടാരത്തിലല്ല എന്ന ഒരു ദർശനത്തിലേക്ക് അവർ വരുമ്പോൾ, ആ ക്രിസ്തുവിനെ കാണുന്നതിനു വേണ്ടി വീണ്ടും ആ കൊട്ടാരത്തിൻ്റെ പടിയിറങ്ങുന്ന വിദ്വാൻമാരെ രാജാവ് ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ചെന്ന് ആ ശിശുവിനെ കണ്ട് വന്നിച്ച് തിരികെ വന്ന് എന്നോട് പറയണം, എനിക്കും അവനെ നമസ്കരിക്കണം. ദിസ് ഈസ് എ ഡിവോഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു ഭക്തി നിർഭരമായ പ്രസ്താവനയാണ്. എന്നാൽ എവിടെ നിന്നാണ് ഈ ഭക്തി നിർഭരമായ പ്രസ്താവന ഉരുത്തിരിഞ്ഞത് എന്നുകൂടി നാം മനസ്സിലാക്കണം. വീണ്ടും നോക്കൂ, അവിടെ ആ ക്രിസ്തു ജനനത്തിൻ്റെ സാഹചര്യത്തിൽ നിൽക്കുന്നത് കുറേ ആട്ടിടയന്മാർ. അവർക്ക് ലഭിക്കുന്ന സന്ദേശം ഒരു മഹാസന്തോഷം. ക്രിസ്തു രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി പിറന്നിരിക്കുന്നു. ഈ അനുഗ്രഹീതമായ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ കേൾക്കുമ്പോൾ, അന്നുവരെ അവർ കാവൽ കാത്തുകൊണ്ടിരുന്ന ആ ആടുകളെ ഒക്കെ വിട്ടിട്ട് തങ്ങളുടെ രക്ഷകനെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരോട്ടമാണ്. നോക്കൂ, യഥാർത്ഥത്തിൽ ഈ ഇടയന്മാർ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. ഈ ആടുകളെ കാവൽ ചെയ്യുമ്പോഴാണ് അവർക്ക് ലഭിക്കേണ്ട പ്രതിഫലം ലഭിക്കുന്നത്. ഈ ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒന്നിനു പകരം രണ്ട് തിരിച്ചു കൊടുക്കേണ്ട ആ വ്യവസ്ഥയിലാണ് ഈ ആടുകളെ സൂക്ഷിക്കുന്നതിനു വേണ്ടി ഇടയന്മാർ ഉടമസ്ഥരിൽ നിന്ന് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാത്രിയിൽ അവർ ശിശുവിനെ, രക്ഷിതാവിനെ കാണുവാൻ, ക്രിസ്തുവെന്ന രക്ഷിതാവിനെ കാണുവാൻ യാത്രയാകുമ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകാവുന്ന ആടുകൾ, അത് അവരുടെ ജീവിതത്തിൻ്റെ സന്ധാരണമാണ്, ജീവിതത്തിൻ്റെ നിലനിൽപ്പാണ്.
എന്നാൽ ഈ ഇടയന്മാർ അതിനെ നഷ്ടപ്പെടുത്തിയും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ആ മഹാസന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ അവർ തയ്യാറാകുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടയന്മാരുടെ ഒരു മനോഭാവം, ജീവിത അനുഭവം നമ്മുടെയും അനുഭവമായി തീരുവാൻ സാധ്യമാകണം. ഒരിക്കലും നഷ്ടപ്പെടാത്തതിനു വേണ്ടി നഷ്ടപ്പെടുവാൻ സാധ്യമായതിനെ നഷ്ടപ്പെടുത്തുന്ന ഇടയന്മാരുടെ അനുഭവം. ഇവിടെ നോക്കൂ, ജീവസന്ധാരണം മുഴുവൻ അവർ അവിടെ ഇട്ടിട്ട് ജീവൻ്റെ കേന്ദ്രമായ ക്രിസ്തുവിലേക്കുള്ള യാത്ര. They are living the sustenance of their life, looking at the sustainer, ever sustainer of life. എന്നും നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ ശക്തമായ അനുഭവങ്ങൾ നൽകുന്ന ക്രിസ്തുവിനെ നോക്കിയുള്ള യാത്ര. പ്രിയ ദൈവജനമേ, ഇതാണ് ഈ ക്രിസ്മസ് ദിനം നമുക്ക് നൽകുന്ന ചിന്തകൾ. ഹെരോദാവിൻ്റെ മനസ്സല്ല, ഇടയന്മാരുടെ ജീവിത മനസ്സുകളിലേക്ക് നാം പ്രവേശിക്കണം. അപ്രകാരം സകലത്തെയും നിയന്ത്രിക്കുന്ന ആ കർത്താവിൻ്റെ കരവലയത്തിനുള്ളിൽ നാം ആയിരിക്കുകയും ക്രിസ്മസിൻ്റെ സന്തോഷം ഒരുമിച്ച് ആഹ്ലാദിപ്പാൻ, അത് നമ്മുടെ ജീവിത അനുഭവമാക്കി തീർക്കുവാൻ ഈ ദിനങ്ങളിൽ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ക്രിസ്മസിൻ്റെ നല്ല ആശംസകളും 2016 എന്ന പുതുസംവത്സരത്തിൻ്റെ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഭൂമിയുടെ നെറുകയിൽ ചാർത്തിയ സുന്ദരമായ രാവായിരുന്നു അത്. സങ്കടങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ ഇടയഗണങ്ങൾ അലഞ്ഞ രാവ്. ഈ ഭൂമി മുഴുവൻ സംഗീതം കൊണ്ട് നിറഞ്ഞ ശാന്തസുന്ദരമായ രാവ്. ഭൂമിയെ കവിത ചൊല്ലാൻ പഠിപ്പിച്ച സ്വർഗീയ രാവ്. ആ രാവിൽ ഒരു സംഗീതവും വെറുതെയായിത്തീരുന്നില്ല, ഒരു സംഗീതവും നിലച്ചു പോകുന്നില്ല. ഇതാ ഈ സുന്ദര നിമിഷാർത്ഥത്തിൽ മറ്റൊരു ഗാനം, ആ രാവിൽ ദൂതഗണങ്ങൾ. ദൈവമഹത്വം ഭൂമിയിൽ സംപ്രീതി. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം ഭൂമിയിൽ സംപ്രീതി. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം ഭൂമിയിൽ സംപ്രീതി. ശാന്തി പരം കരുണാമയനേശു മഹേശ് ആഗതനാ. സുരലോക സൈന്യം ചേർന്ന് പാടുന്നു, ആലോകരൊന്നായി ചേർന്ന് പാടിടാം. അവൻ അത്ഭുതമന്ത്രി, വീരനദൈവം, നിത്യപിതാവും, സമാധാന പ്രഭു ആഗതനാ. ആരാവിൽ ദൂതഗണങ്ങൾ ആമോദത്തിരകളിൽ മുങ്ങി പാടുകയാ.
മാമലകളെ തഴുകി വരുന്നൊരു പൂന്തന്നൽ പുഞ്ചിരി തൂകി പൂമ്പൈതലിനെ പുൽകി ഉറക്കി പാടുകയാ. മാമലകളെ തഴുകി വരുന്നൊരു പൂന്തന്നൽ പുഞ്ചിരി തൂകി പൂമ്പൈതലിനെ പുൽകി ഉറക്കി പാടുകയാ. ദും ധന ധന ദും ദും ധന ധന ദും ദും ധന ധന ദും ധനനം. ദും ദും ധന ധന ദും ദും ധന ധന ദും ദും ധന ധന ദും ധനനം. മനം നിറഞ്ഞൊഴുകുന്ന മോദമോടെ നമുക്കിലും മലക മറുത്തുകളും ശരീരിക ശരീര ക്രിസ്മസ് മുഴുവൻ ജനതയുടെയും സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ആഗോള ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, ക്രിസ്തു സ്നേഹികളായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വലിയ ആനന്ദം നൽകുന്ന ഒരു കാലമാണ്. ലോകമുണ്ടാകുന്നതിന് മുൻപ് ഈ ക്രിസ്തു അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഇങ്ങനെ യോഹന്നാൻ ശിഷ്യൻ വെളിപ്പെടുത്തുന്ന ആ വലിയ ദർശനം. അതുകൊണ്ട് ലോകം സൃഷ്ടിക്കുമ്പോൾ എല്ലാം മനോഹരമായി കാണണമെന്നുള്ളതായിരുന്നു. എല്ലാം നല്ലത് എന്ന് കണ്ടാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിലും മനുഷ്യൻ്റെ ലോകത്തോടുള്ള ആർത്തി സംസ്കാരത്തിലും അവൻ്റെ സ്വാർത്ഥതയിലും അവൻ്റെ എല്ലാ പാപവികാരങ്ങളിലും അവൻ്റെ തിരഞ്ഞെടുപ്പുകളിലും ലോകം പാടേ നഷ്ടപ്പെടുകയാണ്, അമ്പേ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് മുൻകൂട്ടി കണ്ട ദൈവം വിശുദ്ധ കന്യാമറിയിലൂടെ സാധ്യമാക്കിയത് ലോകത്തെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം തന്നെ ഒരു മനുഷ്യരൂപമാക്കി എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം തന്നെ പരിമിതപ്പെടുത്തുന്നത് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹം, വലിയ സന്തോഷം, വലിയ രക്ഷ നൽകുവാനായിട്ടാണ്. അസ്വസ്ഥരായിരിക്കുന്ന മനുഷ്യന്, ഭാരപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ശാന്തിയും സമാധാനം. അങ്ങനെയാണ് ദൂതൻ അവരോട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറിയ തന്നെ വിനയപ്പെടുത്തുന്നതിലൂടെ, തലകുനിക്കുന്നതിലൂടെ അവളുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ രക്ഷയായിരിക്കുന്ന യേശു ജന്മമെടുക്കുകയാണ്. അതുകൊണ്ട് ദൈവവേദനയിലെ പങ്കാളിത്തത്തിലേക്കുള്ള ഒരു സമർപ്പണത്തിൻ്റെ കാലമാണ് ക്രിസ്മസിൻ്റെ കാലം. ദൈവവേദനയിലെ പങ്കാളിത്തത്തിലേക്കുള്ള ഒരു സമർപ്പണം. ഓരോ കാര്യത്തിന് നാം പങ്കാളികളായിത്തീരുമ്പോൾ, വ്യത്യസ്തമായ വിധത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ആഴവും അർത്ഥവും ഇതുകൂടെയാണെന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. ദൈവവേദനയിലെ പങ്കാളിത്തത്തിൽ ലോകം നശിച്ചു പോകുമ്പോൾ, ലോകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പാപത്തിൽ, ശാപത്തിൽ, വ്യത്യസ്തമായ പാരതന്ത്ര്യങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശം ഓരോ മനുഷ്യൻ്റെയും ജീവിതം സ്വയം വിനയപ്പെടുത്തുന്നതിലൂടെ, തലയെ കുനിക്കുന്നതിലൂടെ അത് ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതിയിലേക്ക് അവകാശപ്പെടുകയാണ്. കാലത്തിൻ്റെ ചക്രം കറങ്ങുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ യൗസേപ്പ് പിതാവും മറിയയും യാത്ര തിരിക്കുമ്പോൾ ഈ കുഞ്ഞിന് ജന്മം നൽകുവാൻ, ഈ ലോകരക്ഷകന് ജന്മം നൽകുവാൻ ഒരിടം കാണുന്നതിന് വേണ്ടി ഓരോ വാതിലുകളും മുട്ടുമ്പോഴും മുട്ടുന്നതിനേക്കാൾ വേഗത്തിൽ കൊട്ടിയടയപ്പെടുകയാണ്. അത് ഹൃദയകാഠിന്യത്തിൻ്റെ തത്വമാണ്. ഹൃദയകാഠിന്യം മരണത്തിൻ്റെ തത്വമാണ്. നിഷ്കളങ്കതയുടെ പ്രതീകമായി തീരുവാൻ, വിനയത്തിൻ്റെ അടയാളമായി തീരുവാൻ, രക്ഷണ്യ സ്നേഹത്താൽ കർത്താവ് ആഗ്രഹിച്ച മക്കളായി തീരുവാൻ തുറക്കപ്പെടേണ്ട ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ചു വയ്ക്കുന്നതിലൂടെയാണ് ലോകത്തിന് എല്ലാ സാധ്യതകളും അടഞ്ഞു പോകുന്നത്. അവിടെയെല്ലാം അടവുകൾ സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിലും ദൈവം കണ്ട പദ്ധതി കാലാകാലങ്ങളിൽ നടപ്പിലാകുകയാണ്. അതുകൊണ്ട് ഒരു വലിയ സന്ദേശം വീണ്ടും നമ്മളോടത് പറയുകയാണ്. അടയ്ക്കപ്പെടുന്ന വാതിലുകൾ ഹൃദയകാഠിന്യത്തിൻ്റെ തത്വമാണ്. തുറക്കപ്പെടലിൻ്റെ അനുഭവങ്ങളിലേക്കാണ് വരേണ്ടത്.
ഭയത്തിൽ നിന്ന്, ആകുലതയിൽ നിന്ന്, അശാന്തിയിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന പദ്ധതിയിൽ ഓരോ മനുഷ്യൻ്റെയും വിനയവും അവൻ്റെ തുറക്കപ്പെടലും ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ വലിയ ദൈവിക വേദനയിൽ പങ്കാളികളായി തീരുവാൻ, ആകുലതയിലും ഭാരത്തിലും അശാന്തിയിലും കഴിയുന്ന മനുഷ്യർക്ക് ശാന്തിയും സ്വസ്ഥതയും സമാധാനം നൽകുവാൻ വിശുദ്ധ കന്യാമറിയത്തെ പോലെയുള്ള നമ്മളുടെ സമർപ്പണം, അതിന് പിൻബലമായിരുന്ന ഓരോ ദൈവജനത്തെ പോലെയുള്ളവരുടെ ആ വലിയ മാതൃക പിന്തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ അനുമോദനങ്ങളും ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് നൽകുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പുതുവർഷ ആശംസകളും ക്രിസ്മസ് സന്തോഷവും നേരുന്നു. സ്വർഗം ഭൂമിയെ ചുംബിച്ച സുന്ദരമായ ഒരു നിമിഷം. രാപ്പാടികൾ അത് കണ്ട് പുതിയ ഗാനതല്ലജങ്ങളായി അവ പാടി നടന്നു. നീലനിലാവ് പുതിയ കീർത്തനങ്ങൾ ആലപിച്ചു. മഞ്ഞു പെയ്യുന്ന ആ രാവിനെക്കുറിച്ച് ആർക്കാണ് പാടാതിരിക്കാനാവുക? പൊള്ളുന്ന മനുഷ്യൻ്റെ നെറ്റിത്തടങ്ങളിലേക്ക് ഒരു വിരൽത്തുമ്പിലെ ചന്ദനച്ചാരൻ്റെ കുളിർമ പോലെ ശാരിക പൈതലായി അവൻ പിറന്നു. കുഞ്ഞുമക്കളുടെ അധരങ്ങളിൽ അത് പുതിയ കവിതകളായി ഒഴുകി വന്നു. രാപ്പാടികൾ ചേർന്നു പാടി, ദൂതഗണങ്ങൾ ഒത്തുചേർന്നു. ആ സ്വർഗീയ നിമിഷത്തെക്കുറിച്ച് ഇതാ പുതിയ ഗാനം.
പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും.